നമസ്കാരം. നൂറുകണക്കിന് വീടുകൾ പ്രതിവർഷം കടലിന് ദാനം ചെയ്യാം എന്ന് ശപഥമെടുത്ത ഒരു MLA നാട്ടിലെ വോട്ടറാണ് ഞാൻ. മറ്റാരുമല്ല, ഹരിപ്പാട്ടെ വികസന നായകനെന്ന് സ്വയം അവകാശപ്പെടുന്ന, ഹരിപ്പാട്ടെ വികസന മുരടിപ്പിന് കാരണക്കാരനായ ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ നാട്ടിലെ വോട്ടർ. എനിക്ക് പറയാനുള്ളത്, ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാതെ പോയിരിക്കും. എല്ലാം പാതി വഴിക്ക് മുടങ്ങിയിരിക്കുകയാണ്. കടൽ ഭിത്തി പാതി വഴിക്കാണ്. പള്ളിപ്പാട്ട് കുടിവെള്ള പ്രശ്നം പാതി വഴിക്ക് നിൽക്കുകയാണ്. തീരദേശ മേഖലയിലെ ആളുകൾക്ക് ഏക ആശ്രയമായിട്ടുള്ള തൃക്കുന്നപ്പുഴ പാലം അത് ഇന്നും പാതി വഴിയിലാണ്. തീരദേശവാസികൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഓരോ കാലവർഷക്കാലവും നൂറുകണക്കിന് വീടുകളാണ് ഈ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ മേഖലയിൽ കടലെടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ഏകദേശം 6-7 വീടുകളാണ് കടലെടുത്തിട്ടുള്ളത്. ഇതുപോലെ 25 കിലോമീറ്ററോളം തീരദേശമാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രതിനിധാനം ചെയ്യുന്ന ഈ മണ്ഡലത്തിൽ. പ്രിയപ്പെട്ടവരെ നോക്കണം, ഇത് ആരുടെ വീടാണെന്ന് അറിയില്ല. ഏതോ ഒരു സാധുവിന്റെ വീടാണ്, ഏതോ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വീടാണ്. സാധാരണക്കാരാണ്, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരാണ്, ദിവസവും കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്നവരാണ്. മനസ്സിലാക്കണം, ഏത് സാധുവിന്റെ വീടാണ് ഇതെന്ന് അറിയില്ല. നോക്കൂ, ഈ കാണുന്ന 4-5 വീടുകൾ ഒരുമിച്ച് തകർന്ന സ്ഥിതിയാണ്. ബഹുമാനപ്പെട്ട MLA, താങ്കൾക്കറിയുമോ, കാലവർഷക്കെടുതിയിൽ ഓരോ രാത്രിയിലും ഓരോ അമ്മമാരും തന്റെ കുട്ടികളെ മാറോട് ചേർത്തുകൊണ്ട് ഉറങ്ങുന്നത് നാളെ ഉണരുമെന്ന് സ്വപ്നം കണ്ടിട്ടല്ല. ഭയമാണ് അവർക്ക്. നാളെ പുലരുമ്പോൾ ആരൊക്കെ